Glory be to God. ഒരു ദിവസം തന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഒരു ദിവസം നമുക്ക് ഒരു മിനിറ്റ് കർത്താവ് പ്രാർത്ഥിക്കാം. ഇന്ന് സംസാരിക്കുന്ന ഭാഷാവർത്തിന്റെ ശക്തി. ഭാഷാവർത്തി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഗുണങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആഗ്രഹിക്കുന്നു. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തെ കർത്താവ് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ വചനം സംസാരിക്കുന്നതിൽ തന്നെ കർത്താവ് അനേകം ആൾക്കാരിൽ കർത്താവിന്റെ വചനത്തിന് ശക്തി ചിലതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു. അതിനെ കേൾക്കുന്ന ആൾക്കാരിലേക്ക് കർത്താവിന്റെ വചനത്തിന് ശക്തി അയക്കുന്നതിനോട് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ കർത്താവെ ഈ വചന സന്ദേശത്തെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ പിതാവേയും താങ്ക് യു ഹോളി സ്പിരിറ്റ്, യു ആർ ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദി സെഷൻ ഇൻ ജീസസ് നെയിം. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ നമുക്ക് എല്ലാ ദിവസവും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കും. അതുപോലെ തന്നെ ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം. ഈ ദിവസത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയും. എല്ലാ ദിവസവും കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഏറ്റു കഴിയുമ്പോഴാണ് ഒരു ദിവസം നമ്മൾ കിടന്ന് ഏറ്റു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഈ ജീവിതം കർത്താവ് തന്നിരിക്കുന്ന ഒരു ദിവസം, ഒരു ആയുസ്സും കൂടെ നമുക്കൊരു ദിവസം കൂടെ കൂട്ടി തന്നിരിക്കുകയാണ്. ആയുസിന്റെ ഒരു ദിവസവും ഒരു ദിവസം കൂടെ കൂട്ടി കിട്ടിയിരിക്കുക. നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. അപ്പൊ കർത്താവിന് നമുക്കൊരു ദിവസം കൂടെ കൂട്ടി തരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും ആത്മാവിൽ ശക്തിപ്പെടണം. നമ്മളെല്ലാവരും ആത്മാവിൽ ശക്തിപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള തിരിക്കുന്നത്. ഈ ചെയർ മാറും. അപ്പം നമ്മൾ ഓരോ ദിവസം രാവിലെ കേൾക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിന് പുതിയ ഭാഷകൾ, പുതിയ ഭാഷകളിൽ സംസാരിക്കാനുള്ള കൃപ തരണം നമുക്ക് കാണാം. എങ്ങനെ പറയുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് അതിനുള്ള കൃപയും ശക്തിയും തരും. അപ്പൊ ഇന്ന് നമ്മൾ ഭാഷാവരത്തിന്റെ ശക്തി അതാണ്. അപ്പൊ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ എടുത്തിരുന്നു. പറഞ്ഞാല് ഭാഷാവർത്തി സംസാരിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്നൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അല്പം സംസാരിച്ചിരുന്നു. ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട്, വേറെ എന്തൊക്കെ ഗുണങ്ങളാണ്. അനേകം ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസലോ അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പാർട്ടി നമ്മൾ പറഞ്ഞിരുന്നു. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്നാനം ഏൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം പരിശുദ്ധാത്മാ അഭിഷേകം നമ്മൾ സ്നാനം ഏൽക്കുമ്പോൾ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏൽക്കുമ്പോൾ തന്നെ ഒരു അഗ്നി അഭിഷേകം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. പ്രൈസലോ ഹല്ലേലൂയ. തുടർമാനമായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് നമ്മളിലേക്ക് വന്നു എങ്കിൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസലോ ഹല്ലേലൂയ, നമ്മൾ അതിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർമാനമായിട്ട് വീണ്ടും നമ്മൾ ആത്മായി വളരേണ്ടിയിരിക്കുന്നു. എന്ന് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വിത്തൊക്കെ പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പയറിന്റെയൊക്കെ വിത്ത്, ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പയറിന്റെ വിത്തൊക്കെ പാകുമായിരുന്നു. പയർ, കപ്പയൊക്കെ നടുവേ, കാച്ചില്, ചേമ്പ്, ഇഞ്ചിയൊക്കെ നട്ടുപിടിപ്പ് ഞാനും ഉണ്ടായിരുന്നു. ഇഞ്ചിയുടെ കണ്ടം കുത്തുവാനും കപ്പ കൂടം കുത്തുവാനും അല്ലാതെ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴല്ലോ, അപ്പം ഇത് കഴിഞ്ഞ് മഴ വരുന്ന നോക്കും, വെള്ളം ഇല്ലാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും. അതാണ് വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ കപ്പ നനയും. നനയെന്ന് പറഞ്ഞാല് ഉണങ്ങുന്ന സമയത്ത് നമ്മൾ നനയാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ താഴെ നിന്നപ്പം ഈ മോട്ടർ കാര്യങ്ങളൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഇതിന് ഒരു കപ്പ് കൊണ്ട് ഒഴിച്ചു കൊടുക്കും. അതായിരുന്നു പരിപാടി. അപ്പൊ അങ്ങനെ നമുക്കറിയാം 5-6 മാസമൊക്കെ കഴിയുമ്പോൾ കപ്പ വളരും. തുടർമാനം പിന്നെ അത് കഴിഞ്ഞ് നമുക്കറിയാം 1 വർഷത്തിനുള്ളിൽ ആഴ്ച നമുക്കറിയാം 8-9 മാസം കഴിയുമ്പോൾ വളർന്ന് നമുക്ക് കപ്പ, അതുപോലെ തന്നെ പയറൊക്കെ പറിക്കാനായിട്ട് പറ്റും. കപ്പയുടെ ഉദാഹരണം പറഞ്ഞല്ലോ, അതിന് വാട്ടറില് പ്രൈസല്ലോ. അപ്പം നമുക്കറിയാം നിത്യജീവിതത്തിന് വേണ്ടി നമ്മൾ ശേഖരിച്ചു വെക്കുന്നു. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ അധ്വാനിച്ചു. പ്രൈസല്ലോ, നമ്മുടെ എഫോർട്ട് എടുത്തു. അതാണ് നമ്മൾ പരിശ്രമിച്ചു അതിനു വേണ്ടി. നമ്മുടെ ഭാഗത്ത് നിന്ന് മനുഷ്യപരമായിട്ട് നമ്മൾ പരിശ്രമിച്ചു. ചുമ്മാ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു വിത്ത് പാകണമെങ്കിൽ നമുക്ക് പറമ്പ് വേണം. അതിന് വേണ്ട കുഴിയെടുക്കണം, മണ്ണ്, അതേപോലെ തന്നെ അതിന് വേണ്ട വളങ്ങൾ ഇട്ട് കൊടുക്കണം, വെള്ളം ഒഴിക്കണം. പ്രൈസലോട്ട് ഹല്ലേലൂയ. ശത്രുക്കളുടെ ആക്രമണത്തിൽ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രൈസലോട്ട് ഹല്ലേലൂയ. കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ
അതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങളൊക്കെ വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ വന്നു. പരിശുദ്ധാത്മാ അഭിഷേകം നമ്മൾ വന്നു. പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലൂടെ കവിഞ്ഞ് നിറയണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യണം. അന്യഭാഷയിൽ നമ്മൾ സ്തുതിക്കണം. പ്രൈസ്. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. നമ്മൾ സ്തുതിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾ മനുഷ്യരോടല്ല, സാക്ഷാൽ നമ്മൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്യഭാഷ പ്രാർത്ഥിക്കുന്നവര് അവര് മനുഷ്യരോടല്ല, സാക്ഷാൽ നമ്മള് ദൈവത്തോട് തന്നെ അത്രേ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിക്കും. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ ഇത് വാച്ച് ചെയ്യാനായിട്ട് ഇടവരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് കഴിഞ്ഞാല് അതാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 14:2 പറയുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടെ അത്ര സംസാരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ആദ്യ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഒരു 5 മിനിറ്റ് ടച്ച് ചെയ്ത് വേണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാട്ട് എടുക്കേണ്ടായിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തന്നെ അതാണ് നമ്മൾ ദൈവത്തോടെ സംസാരിക്കുക, അന്യഭാഷ സംസാരിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞാൽ പ്രേ ഇൻ ടങ്സ് സ്ട്രെങ്തൻസ് യുവർ സ്പിരിറ്റ്. അതാണ് രണ്ടാമത്തെ കാര്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് നമ്മൾ പരിശുദ്ധാത്മാ അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അകത്തെ മനുഷ്യന് ശക്തി കിട്ടുന്നു, ശക്തിപ്പെടുവാൻ ഇടവരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പുതിയ വിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് നമ്മൾ വളരാനായിട്ട് ഇടവരുന്നു. വിശുദ്ധാത്മ ശക്തി വരുന്നു നമ്മൾക്ക്. പ്രൈസ് ദി ലോർഡ്. അതാണ് അന്വേഷണ പ്രാർത്ഥിക്കുമ്പോൾ. അത് പറഞ്ഞ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 14:4 ഇതിലാണ് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം ഇതിൽ 4-ാം വാക്യം പറയുന്നതെന്ന് വെച്ചാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവർ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. അത് ആത്മാവിന് ശക്തി കിട്ടുന്നു, അതേപോലെ നമ്മുടെ ശരീരത്തിന് ശക്തി കിട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിന് നമ്മൾ വളരുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാല് നമ്മുടെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് നമ്മൾ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് നമുക്ക് ഫിസിക്കൽ എന്ന് വെച്ചാല് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലും നമുക്കൊരു ശക്തി കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെയ്യുവാനുള്ള മനസ്സിന്റെ ഒരു ശക്തി കിട്ടും, ബോഡിയും ശക്തി കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് സ്പിരിച്വലി മാത്രമല്ല ഫിസിക്കലി ആയിട്ടും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അതിനുള്ള ശക്തി കിട്ടാനുള്ള കൃപ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ഇത് കഴിഞ്ഞാല് 4-ാമത്തെ കാര്യം വെച്ചാല് അന്യഭാഷ സംസാരിക്കുക നമ്മുടെ ബലഹീനതയ്ക്ക് തുടങ്ങിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഈ ആത്മാവ് തന്നെ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കും, നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കും. അതാണ് റോമക്കാർ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം പറയുന്നത്. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8:26 ഇതിൽ പറഞ്ഞാല് അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടം പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ വചനം വായിക്കാൻ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്തല്ലോ. ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന വണ്ണം ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തരും. മനസ്സിൽ സംസാരിക്കും. ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ എത്രയോ സ്ഥലങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, എത്രയോ സ്ഥലങ്ങൾ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ എതിർപ്പുണ്ടായിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ മൈൻഡാകത്തില്ല. കാരണം വെച്ചാല് ഇന്ന് ജീവിച്ച നാളെ മരിച്ചു പോകുന്ന ആൾക്കാർ നമ്മുടെ പിന്നെ ഓരോന്ന് പറയാൻ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയായി നടക്കത്തില്ല. കാരണം വെച്ചാല് നമ്മൾ ഓരോ ദിവസം ജീവിക്കുന്നതിന്റെ കർത്താവിന്റെ കൃപയാലാണ്. നമുക്ക് ദീർഘായുസ് കർത്താവ് തരും, എനിക്കൊക്കെ ദീർഘായുസ് കർത്താവ് തരും. പക്ഷേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് തന്നെ നമ്മുടെ ആയുസിനെ ഷോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് അതിന്റെ ബൈബിൾ വാക്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വേറെ ഈ സെഷനിൽ. അപ്പം നമുക്ക് തന്നെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം തടസ്സപ്പെടുത്തുവാനായിട്ടും നമുക്ക് കിട്ടുന്ന വാക്തത്വം നമ്മളിലേക്ക് സ്വീകരിക്കുവാനായിട്ടും പറ്റും. നമുക്ക് തന്നെ പറ്റും. വാക്തത്വം നമ്മളിലേക്ക് തടസ്സപ്പെടുത്തുവാനായിട്ടും വാക്തത്വം നമ്മളിലേക്ക് വരുന്നത് സ്വീകരിക്കുവാനായിട്ടും നമുക്ക് തന്നെ പറ്റും. പ്രൈസ് ദി ലോർഡ്. ജീവനും മരണവും നമ്മുടെ നാവിൻ തുമ്പത്ത് കർത്താവ് തന്നിരിക്കുന്നു. അത് ഏത് വേണമെന്ന് നമുക്ക് തെരഞ്ഞെടുക്കാം. പ്രൈസ് ദി ലോർഡ്. വാക്തത്വം വേണമെങ്കിൽ വാക്തത്വത്തിലൂടെ നടക്കണം. വാക്തത്വം നിവൃത്തി പ്രാപിക്കണം എങ്കിൽ നമ്മൾ ആ വാക്തത്വത്തിന് നമ്മൾ റെസ്പോൺസ് ചെയ്ത് മുന്നോട്ട് നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. അതിനെതിരായിട്ട് നമ്മൾ സംസാരിക്കരുത്, അതിനെതിരായിട്ട് പ്രവർത്തിക്കരുത്, അതിനെതിരായിട്ട് നിൽക്കരുത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അബ്രാഹത്തിന്റെ ജീവിതത്തിന് എങ്ങനെയായിരുന്നു? അബ്രാഹാം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നപ്പോഴും കർത്താവിന് പ്രവർത്തിക്കാനായിട്ട്
സാഹചര്യം അബ്രഹാം കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരും, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് കിട്ടുന്ന വാഗ്ദത്തം ഈ ബൈബിളിനകത്ത് ഉൽപ്പത്തി തുടങ്ങി പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം, ഈ പുസ്തകങ്ങൾ വായിക്കുവാണെങ്കിൽ നമ്മുടെ വിശ്വാസം കുതിച്ചു വരും. വിശ്വാസത്താൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അസാധ്യങ്ങൾ സാധിക്കാനായിട്ട് പറ്റും. എൻ്റെ ജീവിതത്തിൽ തന്നെ ഇന്നലെ ചെറിയൊരു പുസ്തകം ഉണ്ടായി 2 ദിവസം മുമ്പ്. അപ്പൊ ഞാനിപ്പം ഞാൻ തുടക്കത്തിൽ കർത്താവ് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള അവസരമാണല്ലോ. അപ്പം പിന്നെ വചനം എടുത്ത് ഉപയോഗിക്കുന്നത്, വചനം എടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ അന്തരീക്ഷവും മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം എടുത്ത് നമ്മൾ ഉപയോഗിക്കണം. അതാണ് പറഞ്ഞത്. കർത്താവ് ഉപവാസ സമയത്ത് 40 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞപ്പോൾ വചനത്താലാണ് കർത്താവ് എന്ന് കഴിഞ്ഞാൽ അന്ധകാശക്തിയെ പുറത്താക്കിയത്. ഇന്ന് നമ്മൾ കർത്താവിന്റെ വചനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ കർത്താവ് ചെയ്യാനുള്ള കൃപ തരും. എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്ന അവസ്ഥ. നമുക്ക് 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. വചനം തടസ്സപ്പെടുത്തുവാനായിട്ട് അന്ധകാശക്തി നിങ്ങൾക്ക് ഉറക്കം കൊണ്ടുത്തരും, നിങ്ങളുടെ ജീവിതത്തിൽ ഉറക്കം കൊണ്ടുത്തരും. 1 മിനിറ്റ് പ്രാർത്ഥിക്കേണ്ടായിരിക്കുന്നു. പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ വചനം കേൾക്കുന്ന തടസ്സപ്പെടുന്ന ദുരാത്മ ശക്തി യേശുവിന്റെ തിരക്കൊഴിച്ച വൈദ്യത്തെ കെട്ടിയാൽ പുറത്താകുന്നു. ശബ്ദത്തപ്പത്തക്കല്ലത്തൂരക്കൻ ശബ്ദത്തക്കല്ലത്തൂരക്കൻ ഷക്കല്ലത്തൂരക്കൻ ഇൻ ജീസസ് നെയിം. ആമേൻ. അപ്പൊ ഇതിൽ പറയുന്നത് കഴിഞ്ഞാല് അഞ്ചാമത്തെ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ 5-ാമത്തെ കാര്യം, നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും 5-ാമത്തെ കാര്യം, 5-ാമത്തെ ഉദാഹരണം നമ്മൾ പറഞ്ഞ് പ്രേയിങ് ടങ്സ് ഈസ് എ വെപ്പൺ അഗൈൻസ്റ്റ് ദ വർക്ക് ഓഫ് ദ എനിമി. സാത്താന്യ പ്രവർത്തികളെ എതിരായിട്ടുള്ള ശക്തമായ ഒരു ആയുധമാണ് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രൈസ് ഇൻ ടങ്സ് എന്ന് പറയുന്നത്. പ്രൈസിലോ ഇത് പറയുന്നത്, പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. പ്രൈസിലോ അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല വൃത്തിയും ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞു. തുടങ്ങാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാരത്തോട് കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസിലോ ഈ അധികാരം വെച്ചുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ കർത്താവ് നമ്മൾ പറഞ്ഞാൽ ചുമ്മാതെ ഒരാളോട് പോയി ബൈബിൾ പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പരിസ്ഥിതി കാലത്ത് 12 ശിഷ്യന്മാര് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചു. There is a separated people to preach the gospel. അതാണ് ഗോസ്പൽ വർക്കിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ജനം ഉണ്ടായിരുന്നു, ഒരു വ്യക്തികളും ഉണ്ടായിരുന്നു. അതാണ് 12 പേര്. തുടർമായിട്ട് നമുക്കറിയാം ഒരു 70 പേര് വരെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെ ഈ 2 പേരായിട്ട് ഫ്രം സിറ്റി ടു സിറ്റി, അതാണ് അവര് ഓരോ സ്റ്റേറ്റുകളിലും സിറ്റികളിലും ടൗണുകളിലായിട്ട് കർത്താവ് അയച്ചു. അപ്പം അയച്ചും കർത്താവ് ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും എടുക്കരുത്. പ്രൈസ് ഏത് വീട്ടിൽ ചെല്ലുന്നു ആ വീടിന് സമാധാനം എന്ന് പറയണം. സമാധാനത്തോടെ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് പോരണം. അപ്പം നമ്മൾ പോരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കാത്ത ഒറ്റ കാരണത്താൽ നിങ്ങളെ ചെരുപ്പിന്റെ പൊടി പേരും തട്ടിക്കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞാല് അപ്പൊ ശിഷ്യന്മാർ പോയിട്ട് കർത്താവിന്റെ വചനം പ്രസംഗിച്ച് അവർ സന്തോഷത്തോടു കൂടി മടങ്ങി വന്നെന്നാ പറയുന്നത്. അവർ പറഞ്ഞു, ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അന്ധകാര ശക്തികൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു, അങ്ങയുടെ നാമത്തിൽ കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്നും യേശുക്രിസ്തുവിന്റെ നാമം എവിടേക്ക് ഉപയോഗിക്കുന്നുണ്ടോ, ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ചുമ്മാ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ഭുതമാണ്, ചുമ്മാതെ എടുത്ത് ഉപയോഗിച്ചാലും അടയാളമാണ്, ചുമ്മാതെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ നാമം നമ്മൾ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ പറയുന്നത് വെച്ചാൽ അതാണ് പറയുന്നത് നമ്മൾ വായിച്ചത്. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിലെ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് പരിശുദ്ധാത്മാ നിറവ് കിട്ടിയ ഒരു വ്യക്തിക്കേ പറ്റത്തുള്ളൂ. പ്രൈസ്. ഞാനൊക്കെ സ്ട്രീറ്റിൽ കർത്താവിനെ വചനം പ്രസംഗിച്ച് അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വരും. എത്ര ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷയിലേക്ക് വന്നു എനിക്കറിയാം. ഹൗ മെനി നമ്പർ ഓഫ് പീപ്പിൾ they got saved when I was preached the gospel in the street. Lots and lots of people could receive that Jesus Christ is there in their life as Lord and Savior. ഇത് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാമത്തെ കാര്യം നമ്മൾ അപ്പം അത് ജസ്റ്റ് ടെസ്റ്റ് കൊണ്ട് വരാണ്ട് ആയിരുന്നു. അപ്പം ഞാനിപ്പം
അതാണ് കുറെ പേര് സ്നാനപ്പെട്ടു. ഞാൻ പോഴ്സോൺസിലാണ്, പോഴ്സോൺ സിറ്റി സെന്ററിൽ കുറെ പേര് സ്നാനപ്പെട്ട ഒരാൾ ഓൾറെഡി ടെസ്റ്റ് പറഞ്ഞതാണ്. അദ്ദേഹം പോഴ്സോണത്ത് ഹോസ്പിറ്റലിൽ നിന്ന് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഒരു മാസം കൂടെ എങ്ങാണ്ട് ഉള്ളൂ മരണം. അവരുടെ വീട്ടുകാരെല്ലാം സ്ഥിരീകരിച്ച് മരിച്ചു പോകുന്നുള്ളത്. ദർ ഇസ് എ പോസിബിലിറ്റി ടു ഗെറ്റ് ഡൈ എന്ന് അവരുടെ മദർ പേര് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ടൈം മോർഫിൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് ഞാൻ തൈലം പൂശി അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു. തൈലം പൂശി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ആ മരണദൂതനെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു. നമുക്കറിയാം അത്ഭുതം എന്ന് പറയട്ടെ. 2 മാസം ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ വിട്ടു. ഡിസ്ചാർജ് ആയി. ഹോസ്പിറ്റലിൽ മോർഫിൻ എല്ലാം ഡിസ്കണക്ട് ചെയ്തു. ആ വലിയ സ്വെല്ലിംഗ് ബോഡിയെല്ലാം നോർമലായി. കർത്താവ് പുതിയ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ പേരും ചിന്തിച്ചു, ദൈവമേ ഇത് എങ്ങനെ നടക്കുന്ന എൻ്റെ മനസ്സ് പേരും പറഞ്ഞു. പ്രൈസലോട് പലരും. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെട്ട് സ്നാനപ്പെട്ടു, നിങ്ങൾ ജീവിക്കാനായിട്ട് കർത്താവ് വിളിച്ചിരിക്കുന്ന, മരിക്കാനായിട്ടല്ല എന്ന് പറഞ്ഞു. ജീവനോടെ ഇരുന്ന് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ തുടങ്ങാനായിട്ട് നമുക്കറിയാം അദ്ദേഹം ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. എന്നെ വിളിക്കും. ഇപ്പൊ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. പ്രൈസലോട്. എങ്കിലും അദ്ദേഹം എന്നെ വിളിക്കും. കർത്താവിന്റെ കൃപയാൽ നടക്കുവാനുള്ള കൃപ കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തു. പ്രൈസലോട്. ഹല്ലേലൂയ. ഇന്ന് പാട്ട് പാർട്ട് 2 നമ്മൾ രണ്ടാം ഭാഗം നമ്മൾ സംസാരിക്കുന്നത്, നമുക്കറിയാം ഒരു 7 കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ, നമ്മളിതിന് ഈ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ ഒരു 7 കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം അത് ബൈബിൾ വാക്യം എടുക്കുന്നത് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാന്റെ ഫയർ, പരിശുദ്ധാത്മാന്റെ അഗ്നി അഭിഷേകം നമ്മളിലേക്ക് വരാനായിട്ടാണ് വരും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ. അത് അപ്പോസ്തലപ്രവൃത്തി 2:4 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2:4 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. പ്രൈസ് ലോർഡ്. പറഞ്ഞാൽ അവരെല്ലാവരും അന്യഭാഷകൾ, അതിന്റെ തുടർമാനമായിട്ട് അതിനുള്ള മുമ്പത്തെ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങി. അവർ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അഗ്നിനാവുകൾ അവരിലേക്ക് വന്നു. നമുക്കറിയാം അഗ്നിനാവുകൾ, അവര് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം അവർക്ക് കിട്ടി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മ അഗ്നി അഭിഷേകം പ്രൈസ് ലോർഡ്. ഒരു ഫയർ അനോയിന്റിങ് നമുക്ക് അന്യഭാഷ പ്രാർത്ഥിക്കും, നമുക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവ് തരും. പ്രൈസ് ലോർഡ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല്, നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളല്ല, ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണ്. ലോകം സൃഷ്ടിച്ച ദൈവമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഒരു ഡയറക്റ്റ് ഹോട്ട്ലൈൻ വരുവാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായി നിന്ന് നേരിട്ട് സംസാരിക്കുകയാണ്. അത് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? നമുക്ക് വേണ്ടി സംസാരിക്കും, നമ്മളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കും, നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കും. ഈ സമൂഹത്തിൽ കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുന്ന അന്ധകാര ശക്തികളെ തകർക്കുവാനായിട്ട് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പ്രാർത്ഥിക്കാനായിട്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇതിപ്പോ അതാണ് 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 14:14. അതാണ് 1 കൊരിന്ത്യർക്ക് ലേഖനം 14 വാക്യം പറഞ്ഞു വെച്ചാൽ, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ബുദ്ധിക്ക് അതീതമായിട്ട് എന്റെ ദൈവം എന്നെ പോറ്റുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. അങ്ങനെ പാട്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. അതാണ് കേൾക്കുമ്പോൾ നമുക്കറിയത്തില്ല, പക്ഷെ നമുക്ക് ഇത് കിട്ടും. ഞാനൊക്കെ ആദ്യമൊക്കെ അന്യഭാഷ കിട്ടി, എനിക്കറിയത്തില്ല ഇത് അന്യഭാഷയാണെന്ന്. രാത്രി കിടന്നുറങ്ങുമ്പോൾ പിന്നെ നാവ് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. ഓരോ വിവിധ റലങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ അന്നിക്ക് ഞാനിപ്പം കത്തോലിക്ക സഭയെന്ന, അപ്പൊ എന്റെ ഈ ഭക്തിയും ഈ അഭിഷേകം കണ്ട് ഞാനിപ്പം പെന്തക്കോസ്ത് സഭയിലും പോവായിരുന്നു, കത്തോലിക്ക സഭയിലും പോവായിരുന്നു. അങ്ങനെ കത്തോലിക്ക സഭയില് പിന്നെ പോകുമ്പോഴാണ് അവർ പ്രാർത്ഥനയ്ക്ക് വിളിക്കും. കത്തോലിക്ക സഭ പ്രത്യേകത കഴിഞ്ഞാല് ചുമ്മാ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. അപ്പൊ ചുമ്മാ ഒരാൾ പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ അവരെ കണ്ണൂരിട്ടു. ഓ, ഇവൻ വലിയ പുണ്യാളനായി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിട്ടു. പിന്നെ അവർക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ ആ ബലഹീനത കാണിച്ചിട്ട് നമ്മളെ കണ്ണുവെട്ടി ഇട്ടാൻ നോക്കും. നമുക്ക് ഇതിനായിട്ട് പറഞ്ഞിരിക്കും. അതാണ് ഈ കത്തോലിക്ക സഭയിൽ ഞാൻ കണ്ടെത്തിക്കല്. പ്രൈസ് ലോർഡ്. ഓരോ ഗ്രൂപ്പുകളിലൊക്കെ അവർ ആഡ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും വചനം വാക്കി ഇട്ടണം, എല്ലാവരും കൂടി നമ്മളെ ജോലി പൊളിച്ച് ഇല്ലാതാക്കും. ആ രീതിയിൽ നമ്മളെ നമ്മുടെ പരിശുദ്ധാത്മ അഭിഷേകം വരി കളയുന്ന ഉള്ള അഭിഷേകം വരും കളയിപ്പിക്കുന്ന രീതിയിൽ
പറ്റുന്ന പരമാവധി എല്ലാം പിശാച് അവരോട് പ്രവർത്തിക്കും. കാരണം വചനം അവിടെ ഇല്ല. ഈ കത്തോലിക്ക സഭയെ വചനപ്രസംഗം ഇല്ല. അവിടെ കഥകളാണ്, ജീവിത കഥകളാണ്. കർത്താവിന്റെ സത്യവചനം പ്രഘോഷണമില്ല അവിടെ. ഓരോരുത്തരുടെ ജീവിത സാഹചര്യം, ജീവിത കഥകൾ പറഞ്ഞിട്ട് ആൾക്കാരെ ചിരിപ്പിച്ച് കൈയടി വാങ്ങലാണ് പരിപാടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വചനം പറയില്ല. അപ്പൊ നമ്മൾ വചനം അവിടെ പറയുന്നുണ്ടോ, അവിടെയാണ് വചനമുള്ള സ്ഥലത്താണ് അത് അഭിഷേകമുള്ളൂ. അവിടെയുള്ള സ്ഥലത്താണ് വചനമുള്ള സ്ഥലത്താണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വചനം. അവിടെയാണ് അഭിഷേകവും അതുപോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ഥിരീകരിക്കുള്ളൂ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ പൗലോസ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പ്രസംഗിച്ച വചനം സത്യമാണ് എന്ന് അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ഥിരീകരിച്ചിരുന്നു. അപ്പൊ ഞാനൊക്കെ കുറച്ചെങ്കിലും ഇപ്പൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുക കഴിഞ്ഞാല് നിന്ന സഭയിൽ നിന്ന് കത്തോലിക്ക സഭ എല്ലാവരും എന്നെ ഒന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഗ്രൂപ്പുകളിൽ നിന്ന് എല്ലാവരും കൂടി എന്നെ ഉരുട്ടി ആ രീതിയിലാക്കി കർത്താവിന്റെ വചനം ഷെയർ ചെയ്തിട്ട് കാരണത്താൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കി റിമൂവ് ചെയ്തു. അപ്പൊ ആദ്യം ഈ ഭയങ്കര വിഷമം, ഇവരെന്നെ ഗ്രൂപ്പിൽ തന്നെ പുറത്താക്കിയല്ലോ, വെള്ളം കൂടുതൽ കുടിക്കണം. ഞാൻ മതിയാന്നു ഇവരെന്നെ എല്ലാ ഗ്രൂപ്പുകളിൽ തന്നെ ഓരോരോ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കിയല്ലോ. അപ്പം ചിലത് രാത്രി മെസ്സേജ് വരും, പല്ലും പറയും ഒരു രാത്രി മെസ്സേജ് അയക്കും, ഉറങ്ങേണ്ട സമയമാന്ന് പറയും. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് നമ്മളെ എല്ലാവരും നോട്ടപ്പള്ളിയാക്കും. ഇങ്ങനെയാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം വെച്ചാല് കൊന്ത എത്ര ഇനി വെള്ളം കുടിക്കാൻ പറ്റും, കൊന്ത എത്രമാത്രം ചെല്ലുന്നുണ്ടോ അത്രമാത്രം ആ വ്യക്തിക്ക് അവിടെ വിലയുള്ളൂ, അല്ലെങ്കിൽ വിലയില്ല. ഇനി വെള്ളം കുടിച്ചും പാടും. ഇപ്പൊ ഞാൻ പറഞ്ഞാല് രണ്ടാമത്തെ കാര്യം വെച്ചാല് റീസൺ. രണ്ടാമത്തെ കാരണം, നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് വരുവാനായിട്ട് ഇടവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നമുക്ക് പറഞ്ഞാല് മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ സ്പീക്കിംഗ് വിത്ത് അതർ ടങ്സ് കീപ്സ് us continually aware of the Holy Spirit's indwelling presence. അതാണ് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് അനുഭവിക്കാനായിട്ട് പറ്റും. എവറി ഡേ ദാറ്റ് ഈസ് ബൗണ്ട് ടു affect the way you think and live. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ആ പ്രസൻസ്, ദൈവ സാന്നിധ്യം, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം നമ്മളിലുണ്ടായെന്ന് നമുക്ക് തന്നെ അനുഭവിക്കാനായിട്ട് പറ്റും. ആ ദൈവ സാന്നിധ്യം നിൽക്കുമ്പോൾ അന്ധകാരത്തിൽ അത്രമാത്രം നമ്മളെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. അതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് തകർത്തെറിയാൻ പറ്റും, തകർത്ത് തരിപ്പണമാക്കാനായിട്ട് പറ്റും. കാരണം അന്യഭാഷയിൽ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, ആത്മീയ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കെതിരായിട്ട് വിരോധമായിട്ട് ആർക്ക് കൈകൾ ഉയർത്തുന്നുണ്ടോ, ബൈബിള് പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന കർത്താവ് അവർ വെച്ച് തന്നെ അവരുടെ ആലോചന അവരിൽ വെച്ച് തന്നെ കർത്താവ് തകർത്ത് കളയും. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരെ ആർക്ക് നമുക്കറിയാം ഏതൊക്കെ ആലോചന കൊണ്ട് നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെ കേസ്, ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാനം, മാർഗത്തില്, കുടുംബ ജീവിതത്തില് അന്ധകാരത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, വിച്ച് ക്രാഫ്റ്റ്, മന്ത്രവാദം, ഗൂഢോത്രമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അന്യഭാഷയിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നേരിട്ട് വന്ന് തകർത്ത് കളഞ്ഞ് അത് അവർക്ക് തന്നെ വെല്ലുവിളിയായി തീരും. അതാണ് പറയുന്നത് യേശയ്യാപ്രവാചകന്റെ പുസ്തകം പറയുന്നത്, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41 പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമില്ലാതെ തീരും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അതാണ് കർത്താവ് പറയുന്നത്. സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ അന്യഭാഷ സംസാരിക്കുമ്പോൾ ദൈവ സഹായം നമുക്ക് കിട്ടുവാണ്, കർത്താവിന്റെ പ്രസൻസ് നമുക്ക് കിട്ടുവാണ്. നാലാമത്തെ കാര്യം, നമ്മൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാല് അത് ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ബലഹീന ആത്മാവ് തന്നെ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുകയാണ് എന്ന് പറയും. നമ്മൾ പറഞ്ഞ ഒന്നുകൂടെ വായിക്കേണ്ട ആഗ്രഹിക്കുന്നത് അതാണ്. റോമൻസ് 8:26 പറഞ്ഞാൽ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ബുക്ക് ജോസഫ് ജോൺ ചാപ്റ്റർ 16:23 ഇതിൽ പറയുവാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ആ പിതാവിനോട് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്? നമ്മൾ ജഡത്തിലല്ല അപേക്ഷിക്കുന്നത്. നമ്മൾ
അന്യഭാഷയിൽ ആത്മാവിൽ കർത്താവിനോട് അപേക്ഷിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രൈസ് ലോർഡ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രൈസ് ലോർഡ് നേരിട്ട് നമ്മളെ കൊണ്ട് നമ്മുടെ ആത്മാവ് വഴി പ്രാർത്ഥിപ്പിച്ചിട്ട് പ്രൈസ് ലോർഡ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുവാനായിട്ട് ഇടവരുന്നു. അങ്ങനെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആത്മാവ് തന്നെ പ്രാർത്ഥിപ്പിച്ചിട്ട് പ്രൈസ് ലോർഡ് നമുക്ക് ഈ ലോകത്തിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ജീവിതം ദൈവത്തിന് പരിശുദ്ധാത്മാവ് തന്നെ തരും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മൾ കർത്താവിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും ഉത്സാഹിപ്പിക്കുന്ന എല്ലാ ദിവസവും പ്രൈസ് ലോർഡ്. നമ്മുടെ ചുറ്റുവട്ടം എത്ര പേരാണ് നമ്മൾ നോക്കണ്ട. ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാനം, ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംമാര് പേര് കാണും. ഞാനൊക്കെ കർത്താവിന് അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പ്രൈസ് ലോർഡ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ കൂട്ടുകാരുടെ രൂപത്തില് ഈ പാസ്റ്റർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയല്ലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് കൂട്ടുപോലെ വന്നിട്ട് നമുക്കിടെ കൈ തന്നു പോയത്. അതൊന്നും അതൊക്കെ അവരിലൂടെ അന്ധകാര ശക്തി പ്രവർത്തിച്ചു. അവർക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാനായിട്ട് പോയിട്ടില്ല. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ സമാധാനത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അത് കലഹത്തിന്റെ ആത്മാവല്ല. ഒരാൾ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ അവർക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണോ ഒരു ശത്രു സൈന്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ഒരു ശത്രു കോട്ടകൾ നമുക്കെതിരെ ഉള്ളത്. നമ്മുടെ വീട്ടുകാർ തന്നെ ഇത്. ഇപ്പൊ എന്റെ ഞാൻ രക്ഷിക്കപ്പെട്ട വീട്ടുകാരൻ തന്നെ വേണ്ടി മിണ്ടാറില്ല. ഞാനും മിണ്ടാൻ പോകാറില്ല. എന്തിനും മിണ്ടാൻ പോകുന്നു. താൻ വചനം പ്രസംഗിച്ച് ഞാനങ്ങ് പോകുന്നു. ഹല്ലേലൂയ. അവർക്ക് വേണ്ട എന്തെങ്കിലും കാര്യമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ രക്ഷയുടെ വാചനമല്ല മാർഗം എല്ലാം വീട്ടിലുള്ളവർക്ക് എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം പറഞ്ഞു കൊടുക്കും. രക്ഷിക്കപ്പെട്ട് മുഴുശാനം എടുക്കണം. ഈ കത്തോലിക്ക സഭ എന്നുള്ള ബോണ്ടേജിന് തിരിച്ചുങ്ങൾ ആ അടിമത്തത്തിൽ പുറത്തിറങ്ങി മാറണം. ബിംബാരാധന നിർത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും എന്നോട് ദേഷ്യ. ആരും വിളിക്കണമെന്നില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഞാൻ പറഞ്ഞു. നാളെ ഞാൻ ഇനി ഒരു ദിവസം നമുക്കറിയാം എൻ്റെ ഈ ലോകത്തിലെ ദൈവവേല നിർത്തിയിട്ട് ഞാൻ ദൈവസേനയിൽ പോകുന്നൊരു അവസരം ഉണ്ടാവും. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിക്കണം, നിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും എന്തുകൊണ്ട് നീ പറഞ്ഞു കൊടുത്തില്ല എന്ന് ചോദിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്ന് വിചാരിച്ച് അവരെ ശല്യം ചെയ്യാണ്ട് ഇങ്ങനെ ഞാൻ പോകാറ്. പറഞ്ഞു കൊടുത്തു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ സംസാരിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെക്കാളും വലിയ പാവത്തിൽ കിടക്കുന്ന അച്ഛന്മാരോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പോകുന്നു. അവരെങ്ങനെയും രക്ഷപ്പെടാനിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഭാവം പറഞ്ഞ് അവരുടെ മുമ്പിലോട്ട് ഇരുന്നു. അതിനൊന്നും ആവശ്യമില്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കുംസാരം, കുർബാന എന്ന് വെച്ചാൽ ഓൾറെഡി കർത്താവ് ബലിയായി തീർന്നു കഴിഞ്ഞു. രണ്ടാമത് ബലിയുടെ ആവശ്യം ഉദിക്കുന്നില്ല. നമ്മൾ കർത്താവിന്റെ വൻ കാര്യങ്ങളെ പറഞ്ഞ് കർത്താവിന്റെ നാമം നമ്മൾ പ്രഘോഷിച്ച് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം മറക്കൽ ശുശ്രൂഷ ലോർഡ് സഫർ എടുക്കണം. കർത്താവ് ആയിരിക്കുന്നത്. അങ്ങനെയാണ് ആദിമസഭ നൂറ്റാണ്ടുകളിൽ ചെയ്തത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ വിശുദ്ധരാണ്. പ്രത്യേക വിശുദ്ധന്മാരെ വാഴിച്ച് അവരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മളെക്കാളും വർഷങ്ങൾക്ക് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ആൾക്കാരെ, നമ്മളുമായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാരെ പോയി മുട്ടകുത്തി പ്രൈസ് ലോർഡ്. നമ്മളാണ് ജീവിക്കുന്ന വിശുദ്ധര്. അപ്പൊ ഇങ്ങനത്തെ കോമാളിത്തരത്തിനൊന്നും പോകല്ലെന്ന് വീട്ടുകാരോട് ഞാൻ പറഞ്ഞു കൊടുത്തു. പ്രൈസ് ലോർഡ്. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും, നമ്മളിപ്പം ഈ സഭ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് അല്ല പ്രിയമുള്ളവര്. അത് 1-2 പേര് എവിടെ കൂടി കഴിഞ്ഞാലും അതാണ് സഭ, അതാണ് ദൈവസഭ. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുമോ അവരെ നടുവിൽ കർത്താവ് ഉണ്ട്. ഈ വചനം എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. ഓൺലൈൻ വായിച്ചിന് എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ ശത്രുക്കൾ ഇഷ്ടംമാതിരി ശത്രുക്കൾ നമുക്കെതിരെ വരും. പ്രൈസ് ലോർഡ്. അപ്പം ചിലപ്പോൾ നമുക്ക് ഇപ്പൊ വിസ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട ആൾക്കാരാണെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റിനെ വേരിയും അത് വശീകരിച്ച് പ്രൈസ് ലോർഡ് നമുക്കെതിരായി പറയിപ്പിച്ചിട്ട് നമ്മുടെ പേപ്പർ വഴക്കുകൾ വേരിയും തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികൾ ഉണ്ട് എന്ന് എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ആ ഒരു പ്രചോദനത്തെ പറയാനായിട്ട് ഇടവരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും വിട്ടുകൊടുക്കരുത്. അവസാനം ചെയ്യാൻ നമ്മൾക്കായിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ എതിരാളികളിൽ നിന്ന് ഒന്നിനെയും നമ്മൾ ഭയപ്പെടുക. അത് അവരുടെ നാശത്തിന് അവരെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കി മാറ്റി കളഞ്ഞിട്ടാണെങ്കിലും കർത്താവ് നിങ്ങളെ മാനിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു. അതാണ്. എവിടെ പോയോ അവിടെ അത്ഭുതം കർത്താവിന്റെ നേച്ചറാണ് പറയുന്നത്. ഈ അത്ഭുതങ്ങൾ ദൈവ മക്കൾക്ക് പറഞ്ഞിരിക്കുന്നതാണ്. ജാതികൾക്ക് വേണ്ടിയുള്ള അത്ഭുതം അല്ല, ജാതികൾക്ക് വേണ്ടിയുള്ളതല്ല, ദൈവ മക്കൾക്കുള്ളതാണ് അത്ഭുതം. അതാണ് പറയുന്നത്. ദൈവമക്കൾ ആയിരിക്കായിരുന്നു കർത്താവിനെ സ്വീകരിച്ച ആൾക്കാരാണ് ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് പഴയ നിയമം. ഈ ശദ്രക്, മേശക്, അബ്ദനെഗോ എന്ന് പറഞ്ഞ ഒരു 3 യുവാക്കൾ തിരിച്ചുള്ള ഇറങ്ങിയപ്പോൾ ആ കർത്താവിന് വേണ്ടി നിന്ന ആൾക്കാർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുവാൻ ജാതികളുടെ നാവ് കെട്ടി അവരെ തീച്ചുള്ളിലേക്ക് എറിയാൻ പോയ
മല്ലന്മാരെ ആൾക്കാരെ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടുത്തിയിട്ട് കർത്താവ് ഇറങ്ങി വന്നിട്ട് രാജാവിന് കാണിച്ചു, നാലാം ഒരാൾ ഇറങ്ങി വന്നിട്ട്. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഇസ്രായേലിന്റെ സർവശക്തനായ നമ്മുടെ ദൈവമാണ് നമ്മുടെ. ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ കർത്താവിന്റെ ശക്തി ആരൊക്കെ പുച്ഛിക്കുന്നുണ്ട് അവരെ നമ്മൾ മൈൻഡാൻ പോണ കാര്യമില്ല. നമ്മൾ ഇന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണ് ഈ വചനം നമ്മൾ പ്രസംഗിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രവാചകന്മാരും രാജാക്കന്മാരും മൊത്തം ഈ കർത്താവ് വന്നതിന് ശേഷമുള്ള ഈ കൃപയുടെ വചനം പ്രസംഗിക്കാൻ ആഗ്രഹിച്ചു, കർത്താവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു, ഈ കാലഘട്ടത്തിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ അത് തങ്ങൾക്കല്ല, അത് നിങ്ങൾക്കായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്നു, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അവര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വചനം ഫുൾഫിൽ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളിലൂടെയാണ് കർത്താവ് ചെയ്തത്, എന്നിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, നമ്മളെ ജീവിക്കുന്ന കാലം യേശുക്രിസ്തുവില്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ജീവിക്കുന്ന കാലം യേശുക്രിസ്തുവിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് രാജാക്കന്മാരും പഴയ കാലത്തെ ഈ പ്രവാചകന്മാരും എല്ലാം ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അവരാഗ്രഹിച്ച കാരണം വെച്ചാല് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ അതൊന്നും അത് അവർക്ക് വേണ്ടി ആയിരുന്നില്ല. അപ്പം പറഞ്ഞാല് യോഹന്നാൻ സുവിശേഷം 16:21 വാക്യം പറയുന്നത്, അന്ന് ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുകയില്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും എന്റെ നാമത്തെ നിങ്ങൾ കിട്ടും. യേശുവിന്റെ നാമം എടുത്ത് ഉപയോഗിക്കാനായിട്ട് പഴയ കാലങ്ങളിൽ അങ്ങനെ ആരുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഫേസ്ബുക്കിലേക്ക് സോഷ്യൽ മീഡിയകളിൽ കർത്താവിന്റെ വചനം തടസ്സപ്പെടുന്ന ആൾക്കാർ യേശുവിന്റെ തിരക്കോർമയിൽ വിളിക്കുന്നു. യേശുവിന്റെ ശക്തി കാണും. കർത്താവിന്റെ വചനം എത്തുന്നത് തടസ്സപ്പെടുത്തുന്ന ആ വ്യൂവേഴ്സിനെ തടസ്സപ്പെടുത്തി കളയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ യേശുവിന്റെ നാമത്തിൽ എന്നെ തൊടുന്നതിന് നിന്റെ കണ്ണിലെ കഷോടിയിൽ തൊടുന്നു. യേശുവിന്റെ നാമത്തെ അവരുടെ പ്രവർത്തനത്തിൽ ക്യാൻസൽ ചെയ്യുന്നല്ല വഴികൾ. യേശുവിന്റെ നാമത്തിൽ ശക്തത്തപ്പത്തേക്കല്ലൂരക്കൻ ഇൻ ജീസസ് നെയിം ആമേൻ. ഇത് പറഞ്ഞാല് യോഹന്നാൻ സുവിശേഷം 16:24 വാക്യം പറഞ്ഞാല്, ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെണ്ണം നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ്. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അപേക്ഷിക്കുകയാണ് പിതാവായത്. അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആത്മീയ വർധന വരുന്നതാണ്. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ശത്രുക്കളുടെ ആക്രമണത്തിന് രക്ഷ നേടാനുള്ള കർത്താവിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആത്മീയ മർമ്മങ്ങളെ സംസാരിക്കുന്നു, ദൈവത്തോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമുക്ക് സാത്താനിക കോട്ടകളെ തകർക്കാനായിട്ട് പറ്റുന്നു. ഒത്തിരി കാര്യങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന വഴിയായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാൽ നമ്മോട് ചെയ്തു തരാണ്ട് ആഗ്രഹിക്കുന്നു. അഞ്ചാമത്തെ കാര്യം, അന്യഭാഷ പ്രാർത്ഥിക്കുന്നതിനാൽ ഇറ്റ് ഹെൽപ്സ് ബിലീവേഴ്സ് ലേൺ ടു ട്രസ്റ്റ് ഗോഡ്. അതാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മളെ ബിൽഡിംഗ് അപ്പ് യുവർ സെൽഫ് ഓൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, പ്രേയിങ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. അതാണ് നമുക്ക് നമ്മുടെ തന്നെ വിശ്വാസം, കർത്താവിലുള്ള അടിയുറച്ച മാറ്റമില്ലാത്തൊരു വിശ്വാസം അന്യഭാഷ പ്രാർത്ഥിക്കും ദൈവത്തിന് വെച്ചാൽ നമ്മൾ ഇതിനെ ഓട്ടോമാറ്റിക് ബിൽഡ് ചെയ്യും. അതാണ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അബ്രാഹത്തിന് എങ്ങനെ ഇത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു? കാരണം വെച്ചാൽ അബ്രഹാം കർത്താവിനോടൊപ്പം നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അബ്രാഹത്തിനെ ട്രെയിൻ ചെയ്തെടുത്തു. നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഡിസോർഡർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർഡറാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാനം മാറിയത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ അന്ധകാര ശക്തികൾ നമ്മുടെ മനസ്സിനെ വന്ന് ആക്രമിക്കുന്ന അന്ധകാര ശക്തി യേശുവിന്റെ തിരത്തൊഴിക്കുന്നു. മനസ്സിനെ ആക്രമിക്കുന്ന ദുരാത്മ ശക്തിയുടെ മേലെ യേശുവിന്റെ തിരത്തൊഴിച്ച് യേശുവിന്റെ നാമത്തിൽ ബൈൻഡ് കേട്ടിയ തകർത്ത് കുരകളൻ ജീസസ് നെയിം ഷത്തപ്പത്ത കല്ലത്തുരക്കനി ഇൻ ജീസസ് നെയിം ആപ്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ആറാമത്തെ റീസൺ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന റീസൺ വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ വേ ഫോർ യു ടു പ്രേ അബൌട്ട് തിങ്സ് ദാറ്റ് യു വുഡ് നോട്ട് തിങ്ക് ടു പ്രേ അബൌട്ട് ഓർ ആർ ഈവൻ അവെയർ ഓഫ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമുക്ക് നമ്മള് മാനസികപരമായിട്ട് പ്രാർത്ഥിക്കാൻ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ വേരെയും അന്യഭാഷ പ്രാർത്ഥിക്കും ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇടവരും. അസാധാരണമായി നമ്മൾ പ്രാർത്ഥിക്കും. ആത്മീയ മർമ്മങ്ങളെ നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏഴാമത്തെ റീസൺ വെച്ചാൽ അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാവിന്, നമ്മൾ ദോഷമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ നാവിനെ ദൈവനാമത്തിന് വേണ്ടി ദൈവത്തിന് വിശുദ്ധാത്മാവെടുത്ത് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ദേഷ്യങ്ങളെല്ലാം കർത്താവെടുത്ത് മാറ്റും. ഇത് പറഞ്ഞാണ് ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 3:8 യാക്കോബിൻ ലേഖനം 3-8 വാക്യം പറയുന്നു, നാവിനെയോ മനുഷ്യർക്കാർക്കും മരിക്കാവതല്ല. പ്രൈസ് ദി ലോർഡ്. അത് അടങ്ങാത്ത ദോഷം, മരണമായ വിഷം നിറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. 9 പറഞ്ഞേ, അതിനാൽ നാം കർത്താവും
പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. പ്രൈസ്. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് കോരിന്ത്യൻസ് ചാപ്റ്റർ 14:30 അന്യഭാഷയിൽ സംസാരിക്കും വ്യാഖ്യാനിക്കുന്നതായി പ്രാർത്ഥിക്കേണ്ടത്. അതാണ് അന്യഭാഷ. അത് വേറെ ഇതല്ല. അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാവ് ദൈവത്തിന്റെ നാവായിട്ട് കർത്താവ് ഉപയോഗിക്കും. അന്യഭാഷ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസിലോ നമുക്ക് തന്നെ അറിയത്തില്ല എങ്കിൽ നമ്മൾ വ്യാഖ്യാനത്തെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു. അത് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കും. പ്രൈസിലോ ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും. പ്രൈസിലോ ഹല്ലേലൂയ. അപ്പൊ ദൈവസ്വരം അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. പ്രൈസിലോ ഹല്ലേലൂയ. അപ്പൊ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവർ മേശോടല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ആത്മീയ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രൈസിലോ ഹല്ലേലൂയ. നമ്മുടെ നാവിനെ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. പിതാവായ ദൈവത്തിൽ യേശുക്രിസ്തുവിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് പ്രവചിക്കാൻ പറ്റും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്താനായിട്ട് പറ്റും. പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം അതേപോലെ തന്നെ അസാധ്യങ്ങളെ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വേരിയും നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പിതാവായ ദൈവത്തിന് പറ്റും. ദൈവത്തിന്റെ ആത്മാവ് വഴിയായിട്ട്. പ്രൈസ് ലോർഡ്. നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുവാനായിട്ട് പറ്റും അന്യഭാഷ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞത് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 14:15. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 14:15 വാക്യം പറയുന്നത്. ആയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതാണ് നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് ചെയ്യാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രൈസ് ലോർഡ് അന്യഭാഷയിൽ സംസാരിക്കണം എന്ന ബൈബിള് പറയുന്നു. ഇല്ലാത്തൊരു നമ്മളെ ആത്മീയ വരത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്ക് പരിശുദ്ധാത്മാവ് തരും. പ്രൈസ് ലോർഡ്. പിന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കർത്താവിന്റെ വചനം പറയുമ്പോൾ തന്നെ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനായിട്ട് ഇടവരും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇനി ഒരു പാട്ടുകൂടെ ഇത് സംബന്ധമായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഒരു പാട്ട് എടുക്കാനായിട്ട് ഇതെല്ലാവരും ഷെയർ ആയിട്ട് ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പ്രൈസ് ലോർഡ്. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇത് അനേകം ആൾക്കാർ പരിശുദ്ധാത്മാവ് വളരാനായിട്ട് ഇടവരും. നമ്മുടെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ്. ഒരു ഷെയർ വഴിയായിട്ട് അനേകം ആൾക്കാർ പരിശുദ്ധാത്മയിലേക്ക് നിറയാനായിട്ട് ഇടവരും. അപ്പൊ നിങ്ങൾ ദൈവവേല ചെയ്യുന്നത് ഒരു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആയിരുന്നു. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരക്കൊഴിച്ച് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനേക ആൾക്കാരിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചെല്ലാനുള്ള ക്രോഡത്തിനോർത്ത് നന്ദി പറയുന്നു. ഷക്കല്ലത്തൂരക്കന് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിൽ തണുത്ത വ്യക്തികൾ വചനം കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ പുതിയ ഉണർവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്ത് കർത്താവെ, ഷിക്കല്ലത്തൂരക്കനി ഷന്തത്തപ്പത്തക്കല്ലത്തൂരക്കല്ല. കർത്താവെ, അതുപോലെ തലവേദന വന്നപാട്ട് ആത്മാവിൽ ഞാൻ മൈൻഡിനെ തട്ടഞ്ഞു വെച്ചിരിക്കുന്ന ദുരാത്മ ശക്തിയിൽ യേശുവിന്റെ തിരക്കൊഴിച്ച് യേശുവിന്റെ നാമത്തിൽ ഇൻ ജീസസ് നെയിം ഐ പ്രേ. അക്കോർഡിംഗ് മാത്യു ചാപ്റ്റർ 18:18 ഞാൻ പറഞ്ഞ ഭൂമിയെ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമി അടിക്കും സ്വർഗത്തിൽ അടിക്കപ്പെട്ടിരിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുള്ള അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ മൈൻഡിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുന്നു. കർത്താവിൻ ആത്മീയപരമായിട്ട് ഉയരുന്നതിനെതിരായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന അന്ധകാശക്തികൾ, മനസ്സിനെ തകർക്കുന്ന അന്ധകാശക്തികൾ യേശുവിന്റെ തിരക്കൊഴിച്ചിനെ ബൈൻഡ് കെട്ടി തകർത്ത് പുരക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജോലി, ബിസിനസ്, പ്രയർ റിക്വസ്റ്റ് അയച്ചു ഓരോ വ്യക്തിയോടും കർത്താവ് പ്രാർത്ഥിക്കുന്നു. സ്വാമി റോയൽ ഫയർ ഐശ്വര്യ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയോട് സ്വാഗതം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അസുഖസംബന്ധമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ തിരക്കൊഴിച്ച് രോഗസൗഖ്യം ഞാൻ കൽപ്പിക്കുന്നു. ഷക്കല്ലത്തൂരക്കൻ ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരു ദിവസത്തോട് തന്നതിനോട് നന്ദി പറയും. അനേകം പ്രാർത്ഥിക്കാൻ അയച്ച ഓരോ വ്യക്തിക്കും വേണ്ടി മൊത്തത്തിൽ പ്രാർത്ഥിക്കും. എല്ലാവരിലേക്കും കർത്താവിന്റെ ശക്തി കർത്താവ് കൊടുത്തതിനോ നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.